ഇന്റർനാഷണൽ ന്യൂസ് സർക്കിളിൽ നിന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി ബി ദിലീപ് കുമാർ നമുക്കൊപ്പം ചേരുന്നു. ദിലീപ്, ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ മധ്യപൂർവേഷ്യയിൽ നിന്ന്? അതിൽ ആദ്യം ഈ മധു കൊട്ടാരക്കര അല്പസമയം മുമ്പ് പറഞ്ഞതിൽ ഈ അഭിപ്രായ സർവേകളൊക്കെ കപടനാടകമാണ് എന്ന് പറഞ്ഞതിനോടൊരു കടുത്ത വിയോജിപ്പുണ്ട്. കാരണം ഈ അഭിപ്രായ സർവേകൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ വോട്ടർമാരുടെയും അല്ലെങ്കിൽ മുഴുവൻ ജനങ്ങളുടെയും ഒരു പ്രതിനിധാനം ചെയ്യുന്നതല്ല. അത് ലോകത്തൊരു രാജ്യത്തുമില്ല. സാധാരണഗതിയിൽ ഒരു അഭിപ്രായങ്ങളുടെ പ്രതിഫലനമാണ് അത്. അതിനെ ഒരു സംക്ഷിപ്തമെന്നോ ചുരുക്കമെന്നോ ഒക്കെ പറയാം. ഒരു സാമ്പിളിംഗ് സൈസാണ് സാധാരണഗതിയിൽ എടുക്കുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് തുറന്ന വോട്ട് രേഖപ്പെടുത്താനുള്ള, അപ്പോൾ നമ്മൾ തന്നെ ചില വിഷയങ്ങളിൽ ഈ പ്രേക്ഷകർക്ക് നിങ്ങൾക്കിതിൽ അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിക്കാം എന്ന് നമ്മൾ പറയാറുണ്ട്. അതിൽ സ്വാഭാവികമായിട്ടും അതിൽ പങ്കെടുക്കുന്ന പ്രേക്ഷകരുടെ എണ്ണമായിരിക്കും നമ്മൾ അതിനെ ഒരു ഭൂരിപക്ഷ അഭിപ്രായം എന്ന നിലയിൽ കണക്കാക്കുക. ഇപ്പോൾ ഇന്നലെ തന്നെയാണ് CNN ഈ അഭിപ്രായ വോട്ടെടുപ്പ് പുറത്തുവിട്ടത്. ട്രംപിൻ്റെ നയങ്ങളോട്, ഇറാനോട് സ്വീകരിച്ചിട്ടുള്ള ആ നയങ്ങളോടും യുദ്ധത്തോടുമൊക്കെയുള്ള ആ ജനങ്ങളുടെ പ്രതിഫലനം, ആ വോട്ടിൽ പങ്കെടുത്തവരുടെ, അത് അമേരിക്കൻ ജനതയുടെ മൊത്തം അഭിപ്രായ പ്രകടനമെന്നല്ല, പക്ഷേ ആ വോട്ടിൽ പങ്കെടുത്തവർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു ജനതയുടെ ഒരു പ്രതിനിധികൾ അല്ലെങ്കിൽ അവരെ പ്രതിനിധാനം ചെയ്യുന്ന ആ സമൂഹത്തിൻ്റെ ഒരു പൊതു അഭിപ്രായം എന്നുള്ള നിലയിൽ കൂടി ഒരുപക്ഷെ നമുക്കതിനെ കാണാം. അങ്ങനെയാണല്ലോ സാധാരണഗതിയിൽ അഭിപ്രായ സർവേകൾ എന്ന് പറയുന്നത്. അല്ലാതെ മുഴുവൻ ആൾക്കാരും മുഴുവൻ വോട്ടർമാരും അതിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തണമെന്നില്ല. അത് തന്നെയാണ് റോയിട്ടേഴ്സിൻ്റെ കഴിഞ്ഞ ദിവസത്തെ സർവേ. ഏതായാലും ഈ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ വരുന്ന ഒരു വാർത്ത, ഇറാൻ്റെ ഈ പരമോന്നത നേതാവായിരുന്ന ആയത്തുല്ല അലി ഖമൈനിയുടെ പിൻഗാമിയായി രണ്ടാമത്തെ മകൻ മൊജ്താബ ഖമൈനിയെ തെരഞ്ഞെടുത്തതായി ചില ഇറാനിയൻ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. ഇറാൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നൊന്നും അത്തരത്തിലുള്ള ഒരു അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല. ഇറാനിയൻ മാധ്യമങ്ങൾ ആ നിലയിലുള്ള റിപ്പോർട്ടുകൾ നടത്തുന്നുണ്ട്. അതുപോലെ ഇന്നലെ രാത്രി ദുബായിലെ അമേരിക്കൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ആക്രമണം, ആ ആക്രമണത്തെ പരാജയപ്പെടുത്തുന്നതിന് ദുബായ് ഭരണകൂടത്തിനും UAE ഭരണകൂടത്തിനും കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ ഏതായാലും പരിഭ്രാന്തരാകേണ്ടതില്ല എന്ന കാര്യം അധികൃതർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഔദ്യോഗികമായി അല്ലാത്ത കാര്യങ്ങൾ, അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ അത്തരം പ്രചാരണത്തിൽ ജനങ്ങൾ വീഴരുത് എന്ന കാര്യം UAE ഭരണകൂടം ആവർത്തിച്ച് പറയുന്നുണ്ട്. തെറ്റായ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കും എന്ന മുന്നറിയിപ്പും UAE ഭരണകൂടം നൽകുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വരുന്നത്, ഇറാൻ അണുബോംബ് നിർമ്മിക്കുന്നതിന് തെളിവില്ല എന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അറിയിച്ചിരിക്കുകയാണ്. ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ചില ആശങ്കകൾ IAEA ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. അതായത് IAEAയുടെ സംഘത്തിന് ഈ ആണവ കേന്ദ്രങ്ങളിൽ കടന്ന് പരിശോധന നടത്താനുള്ള അനുവാദം ഇറാൻ നൽകുന്നില്ല. അതുപോലെ യുറേനിയത്തിൻ്റെ സമ്പുഷ്ടീകരണം, സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ തോത്, ഇതൊക്കെ കാണുമ്പോൾ ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. അതുകൊണ്ട് നിലവിലേതായാലും ഒരു ആണവായുധം ഇറാൻ്റെ പക്കലുണ്ട് എന്നതിന് തെളിവില്ല എന്ന് IAEA പറയുമ്പോഴും ഈ സംശയങ്ങൾ ബാക്കിയാവുകയാണ്. അതുപോലെ മറ്റ് ചില സംഭവങ്ങൾ വരുന്നത് സ്പെയിനുമായി ബന്ധപ്പെട്ടാണ്. സ്പെയിൻ, ഫ്രാൻസ്, ജർമ്മനി ഇപ്പോൾ ഏറ്റവും അവസാനമായി യുദ്ധവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന പേരുകളാണ്. അതിൽ സ്പെയിനെ സംബന്ധിച്ച് യൂറോപ്പിലെ രാജ്യമാണ് സ്പെയിൻ. അവിടെ നിന്നുള്ള അവരുടെ അമേരിക്കയുടെ സൈനിക താവളം അവിടെയുണ്ട്. ആ സൈനിക താവളത്തിൽ നിന്നുകൊണ്ട് ഇറാനെതിരായ ആക്രമണം നടത്താൻ അനുവദിക്കില്ല എന്ന കാര്യമാണ്. അവിടെ നിന്നുള്ള യുദ്ധവിമാനങ്ങളെ അവിടെ പോയി ഇറാനിൽ പോയി ആക്രമണം നടത്തി തിരിച്ചു വരുന്നതിനും, അതുപോലെ റീഫ്യൂവൽ ചെയ്യാവുന്ന ആകാശത്ത് വെച്ച് തന്നെ വിമാനത്തിൽ ഇന്ധനം കഴിയുന്ന വിമാനങ്ങളുമൊക്കെ സ്റ്റേഷൻ ചെയ്തിട്ടുള്ളതാണ് ഈ സ്പെയിനിലെ ഈ സൈനിക താവളങ്ങൾ. അവിടെ നിന്നുള്ള വിമാനങ്ങളെ അനുവദിക്കില്ല എന്ന് സ്പെയിൻ്റെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നതാണ്. അതേ തുടർന്ന് ട്രംപ് ക്ഷുഭിതനാവുകയും ആ രാജ്യവുമായി ഇനിയൊരു വ്യാപാര ബന്ധമേ ഇല്ല എന്ന നിലയിലേക്ക് പരസ്യമായി പ്രതികരിക്കുന്നതിലേക്ക് എത്തി. സ്പെയിനും തിരിച്ചടിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ നേരിടാൻ തങ്ങൾ തയ്യാറാണ് എന്ന കാര്യമാണ് സ്പെയിനും അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അമേരിക്ക രാജ്യാന്തര നിയമങ്ങൾ പാലിക്കുകയാണ് വേണ്ടത് എന്ന് സ്പെയിൻ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. സ്പെയിനെ സംബന്ധിച്ച് പ്രധാനമായും ഒലീവെണ്ണ, അതുപോലെ രാസവസ്തുക്കൾ, സ്റ്റീൽ, ഉരുക്ക് തുടങ്ങിയവയൊക്കെ കയറ്റുമതി തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് സ്പെയിൻ. സ്പെയിൻ്റെ കൂടുതൽ പങ്ക് കയറ്റുമതിയും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ ഭീഷണി സ്പെയിൻ്റെ അടുത്ത് വേണ്ട എന്നാണ് സ്പെയിൻ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഫ്രാൻസും വിമർശനം US-നും ഇസ്രയേലിനും എതിരെ ഉന്നയിക്കുന്നുണ്ട്. അവർ രാജ്യാന്തര നിയമങ്ങൾ പാലിക്കാതെ ഈ നിലയിൽ ആക്രമണം നടത്തിയതിനെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം, ഈ ആക്രമണം വരുത്തിവെച്ചതാണ് ഇറാൻ എന്ന നിലയിലുള്ള പ്രതികരണവും ഫ്രാൻസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ബ്രിട്ടനെ സംബന്ധിച്ച് അവർ ഈ യുദ്ധത്തിൽ പങ്കാളിയാകില്ല എന്ന കാര്യം വ്യക്തമാക്കിയതാണ്. പക്ഷേ സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം അവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എടുത്തുചാടിയ ഒരു തീരുമാനത്തിലേക്ക്
ബ്രിട്ടൻ പോകില്ല. ബ്രിട്ടൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് അവിടെ ഒരു കാരണവശാലും ഈ ചരിത്ര പാഠങ്ങൾ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ബ്രിട്ടനെ സംബന്ധിച്ച്, UK സംബന്ധിച്ച് എടുക്കാൻ കഴിയില്ല. നേരത്തെ ഇറാഖിൽ നിന്നുണ്ടായ പാഠം അത് മറക്കാൻ കഴിയില്ല എന്ന കാര്യമാണ് UK പ്രൈം മിനിസ്റ്റർ വ്യക്തമാക്കിയിട്ടുള്ളത്. ജർമ്മനിയുടെ ചാൻസലറുമായി കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തിയിരുന്നു. ചർച്ചയുടെ തീരുമാനങ്ങൾ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. SK ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.